അയ്യ വണക്കം. സംഘികളെ ഊക്കാനായിട്ട് മലയാളത്തിൽ ഒരു സിനിമ ഇറക്കി. അവസാനം നടുനൂത്തൊന്ന് മേലോട്ട് നോക്കാൻ പോലും അവസരം കിട്ടാതെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് കണ്ടം വഴി ഓടേണ്ടി വന്നിരിക്കുകയാണ് ഷാജിസ് മുഹമ്മദ് എന്ന് പറയുന്ന ആ സിനിമയുടെ റൈറ്ററിന്. പണ്ടേ സംഘികളെ ഊക്കുക എന്ന് പറയുന്നത് ഷാജിസ് മുഹമ്മദിന്റെ ഒരു വിനോദമായിരുന്നു. പക്ഷേ ആ വിനോദം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് നിഷ്പക്ഷൻ, മതേതരൻ, മതനിരപേക്ഷവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ സിനിമകളിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മതത്തെ മഹത്വവൽക്കരിച്ച് നിർത്തുക എന്നുള്ളതുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇയാൾ നേരത്തെ എടുത്തൊരു സിനിമ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയായിരിക്കും. നമ്മുടെ നടനെ വെച്ച് എടുത്ത ജനഗണമനയാണ് ഇയാൾ നേരത്തെ എടുത്ത ഒരു സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയാണെങ്കിൽ വലിയ രീതിയിൽ ഒരു പാൻ ഇന്ത്യ ഹിറ്റായിട്ട് ധ്രുവ് റാത്തിയുടെ തൊളോട് തോൾ ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുവന്ന സിനിമയാണ്. പക്ഷേ കേരളത്തിൽ വലിയ തരംഗമൊന്നും ഉണ്ടാക്കാതെ ആ സിനിമ അങ്ങനെ അങ്ങോട്ട് പോയ ആ സാഹചര്യത്തിൽ OTT സിനിമ വരുമല്ലോ, ഇപ്പൊ തരംഗോ എന്ന് പറഞ്ഞ് തരംഗമാക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അന്ന് സന്ദീപ് വാര്യർ ഹിന്ദു മഹാസമ്മേളനത്തിൽ ഒരു പ്രസംഗം നടത്തി. ഹിന്ദു മഹാസമ്മേളനത്തിൽ സന്ദീപ് വാര്യർ നടത്തിയ പ്രസംഗം 2 മാസം മുമ്പാണ്. ഇത് OTT ഇറങ്ങുന്ന ആ സമയത്ത് മനോരമ ന്യൂസ് ആ പ്രസംഗം എടുത്ത് റിപ്പോർട്ട് ചെയ്തു. കാരണം BJP-കാർ ആരെങ്കിലും ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകുമല്ലോ. നമ്മുടെ ദീപിക പതുകൊണ്ട് സ്വിം സ്യൂട്ടൊക്കെ കാവിക്കള്ളർ ഇട്ടുകൊണ്ട് വന്നപ്പം പലരും ഏറ്റെടുത്താണല്ലോ പത്താൻ സിനിമയൊക്കെ 1000 കോടി ക്ലബിലൊക്കെ കയറിയത് എന്നുള്ളൊരു വിദ്യാധാരണ ഇവർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ജനഗണമന അങ്ങനെ ഒന്ന് പാൻ ഇന്ത്യ ഹിറ്റ് ആവാനായിട്ട് ഒന്ന് തള്ളി നോക്കി. പക്ഷെ ഒത്തില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അതേ ഡയറക്ടർ, അതേ റൈറ്റർ, അതേ പ്രൊഡ്യൂസറിനെയും കൊണ്ട് വന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിവിൻ പോളി പടം എന്ന് പറയുന്നത്. ആ പടം പൊട്ടി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇവർ പറയുന്നത് ഫസ്റ്റ് ഡേ 8 കോടി കളക്ഷൻ, സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഇതിനൊക്കെ കണക്ക് എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ മഴത്തുള്ളി കിലികത്തിലെ കൊച്ചിനെ നിവപ്പടെ ഇയാൾ പറയും കണക്ക് ചോദിക്കുക എവനാരും കണക്കപ്പിള്ളേ എന്ന് ചോദിച്ചിട്ട് കണക്കൊന്നുമില്ല, എല്ലാം നമ്മൾ വായിൽ എഴുതി കൂട്ടും. ആദ്യത്തെ ദിവസം ഒരു 13 കോടിയാ ലിയോ എന്ന് പറയുന്ന വിജയ് ചിത്രം തന്നെ ആദ്യ ദിവസം 12 കോടിയല്ലേ ഉള്ളൂ. പക്ഷേ ഇത് 13 കോടിയുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള ട്രോളുകളും തള്ളുകളുമാണ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പടത്തിനെ കുറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള ആരോപണം എന്ന് പറയുന്നത് ഈ കഥ എന്ന് പറയുന്നത് മോഷ്ടിച്ചൊരു കഥയാണ് എന്നുള്ളതാണ്. മോഷ്ടിച്ചൊരു കഥയും കൊണ്ടാണ് ഈ പടം എടുത്തത് എന്നുള്ളതാണ്. നമ്മുടെ ഓർഡിനറി സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള നിഷാദ് കോയയുടെ കഥയാണ് ഇത് എന്ന് പറഞ്ഞ് അദ്ദേഹം നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ സിനിമയ്ക്ക് മുമ്പേ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഈ പടം ഇറങ്ങിയതിനു ശേഷം നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇത് ആ പടം തന്നെയാണ് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നിഷാദ് കോയ അതിന്റെ തെളിവ് കൂടെ പുറത്തു വിട്ടപ്പോഴാണ് നമ്മുടെ ഷാജിസ് മുഹമ്മദ് കണ്ടോല്ല കായൽ വഴി ഇറങ്ങി ഓടിയത് എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഫേസ്ബുക്ക് അക്കൗണ്ട് അദ്ദേഹത്തിന്റെ കാണാനില്ല. ചിലപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് അദ്ദേഹം വേറെ എന്തെങ്കിലും അടവുകളും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നേക്കാം എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇവരുടെ പടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. സംഘികളെ ഏത് രീതിയിലും താറടിച്ച് കാണിക്കുക, എങ്കിൽ പിന്നെ മലയാളികൾ എന്ത് സ്വീകരിച്ചോളും എന്ന് പറഞ്ഞ് സിനിമ എടുക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഷാജിസ് മുഹമ്മദിന്റെ. നേരത്തെ ഷാജിസ് മുഹമ്മദ് തേഞ്ഞു വാരിയ വേറൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഷാജിസ് മുഹമ്മദ് ഏതോ ഒരു വേദിയിൽ നിന്നിട്ട് പറയുകയുണ്ടായിരുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോൺഗ്രസിന്റെ ഏതോ ഒരു വേദിയിലാണ് സുഡാപ്പികൾ STPI അവർ ജനഗണമന കണ്ടിട്ട് എന്നെ വിളിച്ചു. എൻ്റെ മുഹമ്മദ് എന്ന് പറയുന്ന പേരിലെ ആ വാക്കാണ് അവരെ എന്നെ വിളിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അങ്ങനെ ഞാൻ അവിടെ ചെല്ലില്ല എന്ന് പറഞ്ഞു. SDPI-കാർ വിളിച്ചപ്പോൾ ഞാൻ ചെല്ലില്ല എന്ന് പറഞ്ഞു. SDPI-കാർ വിളിച്ച് ഫോൺ ഇങ്ങനെ വെച്ചതും അടുത്ത ഒരു കോള് വരുന്നു. ഞാൻ ഫോൺ എടുത്ത് ചെവി വെച്ചത് എൻ്റെ അടുത്ത് പറയാണ് ഇത് ഷാഫി പറമ്പിലാണ്, നിങ്ങൾ കോൺഗ്രസിന്റെ പരിപാടിക്ക് വരുമെന്ന്. ഞാൻ പറഞ്ഞു വരും. കാരണം എന്താണ്? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്ന കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്നത് എന്നൊക്കെ വലിയൊരു തള്ളിയായിരുന്നു. പക്ഷെ അടുത്ത ദിവസം തന്നെ സുഡാപ്പികളെല്ലാം കൂടെ കാക്കക്കൂട്ടി കല്ലിട്ട പോലെ ആരാണ് നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെ കണ്ടം വഴി അന്ന് ഓടി എന്നുള്ള റിപ്പോർട്ടുകൾ ആ സമയത്തും പുറത്തു വന്നില്ല. പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ആരും ചർച്ചയാക്കിയിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പോഴിതാ സംഘികൾക്കെതിരെ ആക്ഷേപഹാസ്യമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ആ സിനിമ കണ്ട പല നിരൂപകരും, അശ്വന്ത് ഗോഖനെ പോലുള്ള പല ആൾക്കാരും ഉണ്ടല്ലോ, അവരെല്ലാം പറയുന്നത് ഈ കോമഡിക്ക് വേണ്ടി കോമഡി ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയ ഒരു സിനിമ ഓടില്ല. അതൊരു ഫ്ലോയിൽ വരണം. അത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സന്ദേശം സിനിമയൊക്കെ പോലെ. സന്ദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾട്ട് ക്ലാസിക്കാണ്. ആ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് തോന്നത്തില്ല ആ സിനിമയിൽ ഈ പാർട്ടിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നില്ല. ആടുജീവിതം ഒന്നും ഈ ഷാജിസ് മുഹമ്മദ് കഥ എഴുതാത്തത് വലിയ കാര്യമായിപ്പോയി എന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം നജീബ് ആടുജീവിതത്തിനായി നേരെ മരുഭൂമിയിലേക്ക് പോകുന്നു. നജീബിനെ അവിടെ പീഡിപ്പിക്കുന്നത് ഒരു അറബിയാണല്ലോ. ഇങ്ങനെ അറബി അങ്ങോട്ട് മാറ്റും. യഥാർത്ഥത്തിൽ അറബിയല്ല നജീബിനെ പീഡിപ്പിക്കുന്നത്. ആ മരുഭൂമിയിൽ ഒളിച്ചു താമസിക്കുന്ന മേമനയിലത്തെ വാമന നമ്പൂരിയാണ് നജീബിനെ പീഡിപ്പിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ജാതീയതയുടെ വലിയ രീതിയിലുള്ള ഒരു തുറന്നു കട്ടലാണ് എന്നൊക്കെ പറഞ്ഞ ആ സിനിമ അങ്ങനെയൊക്കെ പൊളിച്ചെഴുതി കളഞ്ഞേനെ. അതിനകത്ത് ആവശ്യമില്ലാത്ത ജാതി, മതം, സംഘികൾക്കിട്ടുള്ള വലിയ രീതിയിലുള്ള ട്രോളുകൾ ഇതൊക്കെ കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. സംഘികളെ ആർക്കും ട്രോളാം, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. സംഘികളെ ട്രോളാം, കമ്മികളെ ട്രോളാം, സുഡാപ്പികളെ ട്രോളാം, സകല ആൾക്കാരെയും ട്രോളാം, അതിലൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. ഇനി നമുക്ക്
പ്രൊപ്പഗാൻഡ ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെയും ട്രോളാം. പക്ഷെ അത് നമുക്ക് പ്രൊപ്പഗാൻഡയാണെന്ന് തോന്നാൻ പാടില്ല. പ്രൊപ്പഗാൻഡയാണെന്ന് തോന്നാത്തിടത്താണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. നോട്ട് ദ പോയിന്റ്. ഇതൊക്കെ ഫ്രീ അഡ്വൈസ് ആണ്, ഞാനിങ്ങനെ ആർക്കും അഡ്വൈസ് കൊടുക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ തോന്നാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സംഘികളെ നൈസായിട്ട് ട്രോളണം. അങ്ങനെ നൈസായിട്ട് ട്രോളുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് കയറി പാനിൻ്റെ ഹിറ്റ് അടിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ ധ്രുവ് റാത്തിയൊക്കെ കയറി വന്നത്. ധ്രുവ് റാത്തി ഒരു നിഷ്പക്ഷൻ്റെ മോമൂടിയൊക്കെ എടുത്തിട്ട് ഒരു സൈഡിലുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകും. പല കമ്മി വേട്ടാവളിയന്മാർക്കും തോന്നും ഇയാൾ പറയുന്നതിൽ എന്തൊക്കെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനെയാണ് ധ്രുവ് റാത്തിയൊക്കെ ഭയങ്കര ഹിറ്റ് ആയത്. അപ്പോൾ ആ ഒരു ലൈന് പിടിച്ചാൽ അടുത്ത പടത്തിലെങ്കിലും വമ്പ ഹിറ്റ് ആവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്ത പടത്തിലും ഇതുപോലെ മേമനയിലത്തെ വാമനൻ നമ്പൂരിയോ അങ്ങനെ വാമനൻ നമ്പൂരി പീഡിപ്പിക്കുന്ന ഏതെങ്കിലും അവർണന്റെ കഥയോ അങ്ങനെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ കൊണ്ടുവന്നാൽ വീണ്ടും ഹിറ്റ് ആവും എന്നുള്ളതാണ്. പാൻ ഇന്ത്യൻ ലെവലിൽ നമുക്ക് ഹിറ്റ് ആക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഡിജോ ജോസ് ആന്റണിയാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഈ ഡയറക്ടറായിട്ടുള്ള ഡിജോ ജോസ് ആന്റണി തന്നെയാണ് ജനഗണമനയുടെ ഡയറക്ടർ. ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ്. ഇതിന്റെ എഴുത്ത് എന്ന് പറയുന്നത് ഈ ഷാരിസ് മുഹമ്മദ് എന്ന് പറയുന്ന മതനിരപേക്ഷതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഈ വ്യക്തിയാണ് എന്നുകൂടെ ഞാൻ പറയാനായിട്ട് ഒന്നുകൂടെ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രോളുകൾ നിറയുകയാണ്. ഡിജോ ജോസ് ആന്റണി അടുത്ത പടം എടുക്കാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടനെ വെച്ചിട്ടാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ലാലേട്ടനാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിൽ ചെന്നിട്ട് മോനെ എന്താ മോനെ ഒരു മുട്ട കഴിച്ചാൽ പോലെ മോനെ, 2 മുട്ട എന്തിനാ കഴിക്കുന്ന മോനെ, തടി വയ്ക്കില്ല മോനെ എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഡയലോഗ് അടിച്ച് തേഞ്ഞു വാരി ഇരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ഡിജോ ജോസ് ആന്റണി കഥ പറയാൻ പോവുകയാണ് എന്നുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ വലിയ ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നിറയുന്നുണ്ട്. ലാലേട്ടന്റെ അടുത്ത് പോകുന്ന ഡിജോ ജോസ് ആന്റണി പറയുന്നു, ലാലേട്ട ഇതൊരു പോലീസ് സ്റ്റോറിയാണ്, കൊള്ളാം, ഏജന്റ് എക്സ് എന്ന് പേരിടാം. അയ്യോ അത് വേണ്ട, ഏജന്റ് എക്സ് വേണ്ട, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള പോലീസ് സ്റ്റോറിയാണ്. ഈ പോലീസ് സ്റ്റോറിയിൽ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ലാലേട്ടൻ സുഖമായിട്ട്, ലാലേട്ടന്റെ മകനും പോലീസാണ്, ലാലേട്ടന്റെ മകന്റെ കൂടെ അതായത് പേരക്കുട്ടിയിലൂടെ ഇങ്ങനെ കോളേജ് ജീവിച്ച് ഇങ്ങനെ ആടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആ ഇടയ്ക്കാണ് ലാലേട്ടന്റെ മകനെ ചില വിഗ്രഹ കടത്തുകാർ തട്ടിക്കളയുന്നതും. ഇത് ജയിലർ അല്ലേ, അയ്യോ അത് വേറെ കഥ, ഇത് വേറെ കഥ എന്നുള്ള രീതിയിലുള്ള ട്രോളൊക്കെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വരുന്നുണ്ട്. എന്തായാലും നിഷാദ് കോയയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ഷാരിസ് മുഹമ്മദിനെ തേച്ചൊട്ടിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ്, കോപ്പി അടിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു വിടാം. നാളെ റിലീസാകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിച്ചാലോ? കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലെ സംഘീയായ കഥാനായകൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനവും മറ്റുമായി ജീവിച്ചു പോകുന്നതിനിടയിൽ രാഷ്ട്രീയ എതിരാളികളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം നാട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ തന്റെ സുഹൃത്ത് വഴി ഗൾഫിലെത്തുന്നു. കണ്ട, ഗൾഫിൽ പോവുകയാണ് സംഘീയായിട്ടുള്ള ആൾ. അവിടെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പാകിസ്ഥാനിയുടെ കൂടെ റൂം ഷെയർ ചെയ്യേണ്ടി വരുന്ന കഥാനായകനും പാകിസ്ഥാനിയുമായി ഉണ്ടാകുന്ന നർമ്മരസങ്ങളുള്ള രാഷ്ട്രീയ ആക്ഷേപഹാസ്യ മുഹൂർത്തങ്ങളുടെ വികസിക്കുന്ന കഥയ്ക്ക് ഇടയിൽ കമ്പനിയുടെ ആവശ്യത്തിനായി ശത്രുക്കളായ കഥാനായകനും പാകിസ്ഥാനിക്കും ഒരു നീണ്ട യാത്ര പോകേണ്ടി വരുന്നു. അവിടെ നിന്നും 2 ശത്രുക്കൾ ഒരുമിച്ച് നടത്തുന്ന യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളെ തുടർന്ന് മരുഭൂമിയിൽ അകപ്പെട്ടു പോകുന്ന കഥാനായകനും പാകിസ്ഥാനിയും രക്ഷപ്പെടാനായി നടത്തുന്ന ശ്രമങ്ങൾ, അങ്ങനെയുള്ള ശ്രമങ്ങളും സർവൈവൽ എന്ന സത്യത്തിന് മുന്നിൽ ശത്രുത മറന്ന് ഒരുമിച്ച് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പാകിസ്ഥാനി മരണപ്പെടുന്ന ദുഃഖം. തുടർന്ന് പാകിസ്ഥാനിയുടെ കുടുംബത്തിനായി നടത്തുന്ന ഒരു സഹായത്തിന്റെ പേരിൽ നിയമവ്യവസ്ഥയുടെ പിടിയിലാകുന്ന കഥാനായകൻ തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി നടത്തുന്ന ശ്രമങ്ങൾ. ശേഷം ഭാഗം സ്ക്രീനിൽ. ഒരു പൊളിറ്റിക്കൽ സ്റ്റെയർ ആയിട്ടാണ് സിനിമയുടെ ആദ്യ ഭാഗം ഒരുക്കിയിരിക്കുന്നത്. രണ്ടാം പകുതി സർവൈവലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യവും അതിർത്തിയും മനുഷ്യ നിർമ്മിത വേലിക്കെട്ടുകളും മറികടന്നുള്ള മനുഷ്യ സ്നേഹത്തിന്റെ കഥ പറയുന്നു. കഥാനായകന് കുടുംബവും പ്രണയവും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാണ് നിഷാദ് കോയിട്ടിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നന്മയിൽ ചലിച്ചെടുത്ത വലിയ രീതിയിലുള്ള നമുക്ക് ബൗണ്ടറീസ് ഒന്നുമില്ല, നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും എല്ലാം ഒന്നാണ്, നമുക്ക് മതങ്ങളില്ല, നമുക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു തള്ളാണ് നമ്മുടെ ഷരീസ് മുഹമ്മദ് അണ്ണൻ ഉദ്ദേശിച്ചതെങ്കിലും ആ തള്ള് മൊത്തത്തിൽ 8 നിലയിൽ ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല, മോഷണ ആരോപണത്തിന് ഒരു കേസ് കൂടെ പുറകിൽ നിന്നും വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് കണ്ടത് കൊണ്ടാണോ അണ്ണൻ പോസ്റ്റ് മുക്കി ഫേസ്ബുക്കും ഡിലീറ്റ് ചെയ്ത് കണ്ടം വഴി ഓടിയത് എന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അണ്ണൻ എന്തെങ്കിലും തിരിച്ചു വന്ന് ഇതിനൊക്കെ ഒരു മറുപടി പറയണം. അയ്യോ അങ്ങനെ പറയരുത്, പറയണം എന്നാണ് നാട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ? ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.